എല്ലാവരും സൗഹൃദത്തിലാണ് പോകേണ്ടത്. അതാണ് കേരളം. എൻ്റെ കേരളം നല്ല ഗ്രൂപ്പാണ്, പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ എല്ലാ മതസ്ഥരും നല്ലതായ നിലയിലാണ് പോകേണ്ടത്. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. എല്ലാ മതസ്ഥരും എല്ലാവരോടും സൗഹാർദ്ദത്തിലും എല്ലാ മതത്തിലും അതാണ് പഠിപ്പിക്കുന്നത്. പരസ്പരം സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അവിടെ മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, വർണ്ണം നോക്കിയിട്ടല്ല, മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും ബഹുമാനിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം. ഇസ്ലാം മതത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറ് നിറക്കുന്ന നമ്മളിൽ പെട്ടാനില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കുണ്ട്. അത് മതം നോക്കിയിട്ടല്ല, മതമില്ലാത്തവർക്കും ഏത് മതസ്ഥർക്കും അവിടെ ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് എല്ലാ മതസ്ഥരും അങ്ങനെയാണ്. നല്ലതായ രൂപത്തിൽ വർത്തിക്കുക. അതിന് നമുക്ക് തൗഫീഖ് ഉണ്ടാവണം. അത് ദൈവം അല്ലാഹു അനുഗ്രഹിച്ചു തരട്ടെ. വളരെ നല്ലൊരു വോയിസാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ധർമ്മമാണല്ലോ, സനാതന ധർമ്മം. അപ്പൊ അയൽവാസിനെ നോക്കണമല്ലോ. എന്നെ മാത്രം നോക്കിയാൽ പോലെ എൻ്റെ അയൽവാസിയായ പൂച്ച, എൻ്റെ അയൽവാസിയായ നായ, എൻ്റെ അയൽവാസിയായ ചെടികള്, സസ്യങ്ങള്, അവരൊക്കെ നോക്കണം. അപ്പൊ ആരെയും പട്ടിണിക്കിടരുത്. നമ്മള് ഭക്ഷിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഭക്ഷിപ്പിക്കണം. വെള്ളം കൊടുക്കണം. ഇപ്പൊ സസ്യങ്ങൾക്ക് വെള്ളം കൊടുത്താൽ ഭയങ്കര പുണ്യമാണ്. സനാതന ധർമ്മമാണല്ലോ, ആരാലും മാറ്റപ്പെടാത്ത ദൈവനീതിയാണത്. സൃഷ്ടാവായ കർത്താവായ ദൈവത്തിൽ നിന്നുള്ള നീതിയാണത്. അവിടെ അങ്ങനെ ജീവിക്കുമ്പോൾ സമാധാനം, ശാന്തി അനുഭവിക്കാൻ പറ്റും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവരല്ല. ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഞാൻ ഈ ഹദീസിന് വേണ്ടിയിട്ട് പരമാവധി പുസ്തകങ്ങളെ ഞാൻ തപ്പി നോക്കി, എവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇത് പ്രവാചകൻ പറഞ്ഞത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നെ വ്യവസ്ഥപ്പെടുത്തി അവസ്ഥയിലാക്കുന്ന ദൈവമാണല്ലോ. എൻ്റെ ശ്വസനം, എൻ്റെ കേൾവി, എൻ്റെ കാഴ്ച, എൻ്റെ രുചി, എൻ്റെ സ്പർശനം, എൻ്റെതായ ഗുണങ്ങളെല്ലാം സൃഷ്ടിച്ച് എന്നെ സ്ഥിതിയിലാക്കി വ്യവസ്ഥയിലാക്കുന്ന ദൈവം ആരാണ്? ആ ദൈവം മഹാനാണ്. ആ ദൈവത്തിനാണ് സ്തുത്യർഹത. ഇതര അപരന്മാർക്ക് സ്തുത്യർഹത ഇല്ല എന്നാണ് എൻ്റെ ഭക്തിയട്ട. ഞാൻ അങ്ങനത്തെ ഒരു ഭക്തരാണ്. എന്നെ ഞാനാക്കുന്നത് ആരാണ്? എന്നിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടാക്കപ്പെടുന്നതാണ്. ഞാനാണ് ശബ്ദിക്കുന്നത്. ഈ ശബ്ദം ഉണ്ടാക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ശബ്ദിക്കുന്നു, അപ്പോൾ ദൈവത്തിനെ സ്തുതിക്കാനായിട്ട് ഞാൻ നിർവഹിക്കുന്നു ഈ മാർഗം. അപ്പോ എന്നിൽ ഉള്ള ഭക്തി അതാണ്. അപ്പോൾ എന്നിൽ സമാധാനത്തെ ദൈവം സൃഷ്ടിക്കുന്നു. സമാധാനം ദൈവമാണ്. അസ്സലാമാണ് ദൈവം. സമാധാനം ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ പേരെന്താണ്? സലാം എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ദൈവം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ദൈവങ്ങളുള്ള ഈ നാട്ടിൽ വെച്ചിട്ട് അങ്ങനെയുള്ള ദൈവം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഏതാണ് ദൈവം? ദൈവമാണ് മഹേശ്വരൻ, വിശ്വത്തിന്റെ ഈശ്വരൻ, ജഗത്തിന്റെ നാഥൻ, സർവേശ്വരൻ. എന്നെ സ്ഥിതിയിലാക്കുന്നതാരാണ്? സർവേശ്വരനാണ്, സർവ്വതിന്റെയും ഈശ്വരൻ. ഈ ഭൂമിയുടെയും സസ്യങ്ങളുടെയും ഈ മൃഗങ്ങളുടെയും ഈ ഗ്രഹങ്ങളുടെയും അഗ്നിയുടെയും വെള്ളത്തിന്റെയും ഈ ചാക്രികമായ ചക്രകുണ്ടല മണ്ഡലത്തെ സ്വരൂപിച്ച് സിദ്ധിയിലാക്കുന്ന ഈശ്വരൻ, മഹേശ്വരൻ എന്ന് പറയാം. മഹേശ്വരൻ ഇനി മാത്രമാണ് മഹിമ. മറ്റിതര അപരന്മാർക്ക് ആർക്കും മഹിമയില്ല. എന്റെ കണ്ണിനോ, എന്റെ കേൾവിക്കോ, എന്റെ രുചിക്കോ, എന്റെ മണത്തിനോ, എന്റെ സ്പർശനത്തിനോ എനിക്കൊന്നും മഹിമയില്ല. ഇതെല്ലാം സ്ഥിതിയിലാക്കുന്ന, വ്യവസ്ഥയെ അവസ്ഥയിലാക്കുന്ന മഹേശ്വരന് മാത്രമാണ് മഹിമ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഏതാണെന്ന് പറയുന്നാല് മഹേശ്വരനാണെന്നേ. സർവമഹിമയുടെയും ഉടമസ്ഥൻ, സർവമഹത്വത്തിന്റെയും ഉടമസ്ഥനായ ഉപജ്ഞാതാവായ മഹേശ്വരനാണ് മഹിമ. മറ്റിതര അപരന്മാർക്കൊന്നിനും മഹിമയില്ല. സ്വർണത്തിനോ, വെള്ളിക്കോ, പ്രൗഢിക്കോ, പ്രതാപത്തിനോ, അധികാരത്തിനോ,
കുടുംബത്തിനോ മാതാവിനോ പിതാവിനോ ഗുരുക്കന്മാർക്കോ ആർക്കും മഹിമയില്ല. ഇതിനെല്ലാം സിദ്ധിയിലാക്കുന്ന മഹേശ്വരൻ എന്നാണ് എന്റെ വിശ്വാസം. ഇനി നിങ്ങളുടെ വിശ്വാസം പറ. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഹദീസിനെ കൊണ്ട് ഞാൻ പ്രവാചകൻ എന്ന് പറയുമ്പോ പ്രവചനം നടത്തുന്ന ആളല്ലേ, പ്രവചിക്കുന്ന ആളല്ലേ. പല പല കാര്യങ്ങൾ മുൻകൂട്ടി ഇനി വരാനുള്ള ഭാവി കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നു. ഇപ്പൊ അമൃതാണ്ടമായി ചില പ്രവചനങ്ങൾ പറയാറ്. അതേപോലെ നമ്മുടെ കുട്ടപ്പത്തിലെ സത്യസായി പ്രവചനങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. പല പല ആൾക്കാരുണ്ട് പ്രവചനങ്ങൾ നടത്തുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതായിരിക്കും ചിലപ്പോ അല്ലെ, പ്രവചിച്ച് പറയുന്ന ആൾക്കാര്.